ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ആർക്കൊക്കെയോ മുന്നിൽ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം സ്വന്തം ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും ജീവനോടെ കുഴിച്ചുമൂടുന്ന എത്രയോ മനുഷ്യരെയാണ് നാം ദിവസേന കാണുന്നത്. മറ്റുള്ളവരുടെ കയ്യടിക്കോ അംഗീകാരത്തിനോ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഹോമിക്കുന്നവർ. ഓരോ മാസവും അവസാനിക്കുമ്പോൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കി ചോരനീരാക്കി ഉണ്ടാക്കിയ ശമ്പളം മുഴുവൻ എങ്ങോട്ടാണ് ഒലിച്ചുപോയതെന്നോർത്ത് അന്തം വിട്ടു നിൽക്കുന്നവർ. ഒരുപക്ഷെ ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതേ ദുരവസ്ഥയുണ്ടായിട്ടുണ്ടാകാം. പണം കയ്യിലേക്ക് വരുന്നുണ്ട്, പക്ഷേ വന്ന വഴി പോലും അറിയാതെ അതെവിടെയോ ചോർന്നു പോകുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട തികച്ചും ക്രൂരവും എന്നാൽ നഗ്നവുമായ ആ മനഃശാസ്ത്രപരമായ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിന്റെ കുറവല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിൽ ആഴത്തിൽ വേരൂന്നിപ്പോയ സാമ്പത്തിക ചിന്താഗതിയുടെ തകരാറാണ്. നമ്മളെയൊക്കെ ചെറുപ്പം മുതൽക്കേ പറഞ്ഞു വിശ്വസിപ്പിച്ച ചില ധാരണകളുണ്ട്. നന്നായി പഠിക്കുക, ഒരു ജോലി നേടിയെടുക്കുക, അങ്ങനെ ജീവിതം സുരക്ഷിതമാക്കുക. എന്നാൽ പണം സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമാണ് ആ പണത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന കാര്യം. നിർഭാഗ്യവശാൽ അതാരും ഒരിടത്തും നമ്മെ പഠിപ്പിച്ചതേയില്ല. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് തന്റെ എല്ലാ ആഡംബരങ്ങളും ചെലവുകളും കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും തുക വരികയാണെങ്കിൽ അത് സമ്പാദിക്കാമെന്നാണ്. എന്നാൽ യഥാർത്ഥ സാമ്പത്തിക ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അവർ ആദ്യം തന്നെ തങ്ങളുടെ സമ്പാദ്യത്തിനുള്ള പണം കൃത്യമായി മാറ്റിസ്ഥാപിക്കുന്നു. അതിനുശേഷം മാത്രം ബാക്കി വരുന്ന തുക കൊണ്ട് തങ്ങളുടെ ജീവിത ചെലവുകൾ ക്രമീകരിക്കുന്നു. മഹാനായ ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ കൃത്യമായി കുറിച്ചുവെച്ചിട്ടുള്ള ഒരു വലിയ സത്യമുണ്ട്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം നിർണയിക്കുന്നത് അവൻ എത്രമാത്രം കഠിനമായി ശരീരം അനക്കി അധ്വാനിക്കുന്നു എന്നതിലല്ല, മറിച്ച് അവൻ രൂപപ്പെടുത്തുന്ന ചിന്താശേഷിയിലാണ്. വെറും കഠിനാധ്വാനം കൊണ്ടുമാത്രമാണ് ഒരാൾക്ക് കോടീശ്വരനാകാൻ സാധിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ കഠിനമായി മണ്ണ് ചുമക്കുന്ന തൊഴിലാളികളോ രാത്രിയെ പകലാക്കി പണിയെടുക്കുന്ന സാധാരണക്കാരോ ആകുമായിരുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ കഠിനമായ നിയമം അതല്ല. നിങ്ങളുടെ ശാരീരിക അധ്വാനം നിങ്ങളെ ഒരു പരിധിവരെ മാത്രമേ സഹായിക്കൂ. വ്യക്തമായൊരു സാമ്പത്തിക വ്യവസ്ഥിതി സ്വന്തമായി കെട്ടിപ്പടുക്കാതെ നിങ്ങൾക്കൊരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയില്ല. ഇതാണ് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ ജീവിത തന്ത്രം. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകളെ അടിയോടെ മാറ്റിമറിക്കുന്ന, സമൂഹത്തിൽ പലരും അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില വലിയ സാമ്പത്തിക സത്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ആഴത്തിൽ സംസാരിക്കുന്നത്. ഇവ നിങ്ങളുടെ കാതുകൾക്ക് കുളിർമയേകുന്ന വെറുമൊരു മോട്ടിവേഷൻ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ പ്രായോഗികമായി മാറ്റിമറിക്കാൻ പോകുന്ന വലിയ തിരിച്ചറിവുകളാണ്. ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥിതി അഥവാ കൃത്യതയുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ദയയില്ലാതെ മാറ്റിമറിക്കുമെന്ന് മനസ്സിലാക്കാൻ കണ്ണു തുറപ്പിക്കുന്ന ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. പണ്ട് ഒരേ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. വരണ്ടുണങ്ങി ജീവശ്വാസത്തിനായി ജനങ്ങൾ വലഞ്ഞിരുന്ന ആ ഗ്രാമത്തിൽ കുടിവെള്ളത്തിന് വലിയ ക്ഷാമമായിരുന്നു. മലമുകളിൽ തങ്ങി നിൽക്കുന്ന ഒരു നീരുറവ മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം. ഇതിൽ ആദ്യത്തെ സുഹൃത്ത് ശരീരബലത്തിൽ മാത്രം വിശ്വസിച്ച അടിയുറച്ച ഒരു കഠിനാധ്വാനിയായിരുന്നു. ദിവസവും പുലർച്ചെ ഇരുട്ടുവെളുക്കും മുൻപേ എഴുന്നേറ്റ് വലിയ ബക്കറ്റുകളുമായി അവൻ ആ മലമുകളിലേക്ക് പായും. അവിടെ നിന്ന് വെള്ളം ചുമന്നിറക്കി ഗ്രാമവാസികൾക്ക് വിറ്റ് പണമാക്കും. ദിവസവും കൈനിറയെ നല്ല രീതിയിൽ പണം കിട്ടാൻ തുടങ്ങിയപ്പോൾ താൻ വലിയൊരു വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് കുതിക്കുകയാണെന്ന് അവൻ സ്വയം വിചാരിച്ചു. തന്റെ അധ്വാനം അവൻ ഇരട്ടിയാക്കി കൂടുതൽ വലിയ ബക്കറ്റുകൾ വാങ്ങി അവൻ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടേയിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരം തളരാൻ തുടങ്ങി. മാംസപേശികൾ പണിമുടക്കി. കാരണം അവന്റെ വരുമാനം അവന്റെ ശാരീരിക അധ്വാനത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഇതേ സമയം രണ്ടാമത്തെ സുഹൃത്ത് കുറച്ചുനാളത്തേക്ക് ആ ഗ്രാമത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷനായി. അധ്വാനിക്കാൻ മടിയുള്ളവൻ എന്ന് വിളിച്ച് ഗ്രാമത്തിലുള്ളവർ അവനെ ക്രൂരമായി പരിഹസിച്ചു, കളിയാക്കി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചെത്തിയത് കയ്യിൽ ബക്കറ്റുകളുമായല്ലായിരുന്നു, മറിച്ച് ആ മലമുകളിൽ നിന്ന് ഗ്രാമത്തിലേക്ക് നീളുന്ന ഒരു വലിയ പൈപ്പ് ലൈൻ നിർമ്മിച്ചുകൊണ്ടായിരുന്നു. ഒരൊറ്റ തവണ തന്റെ സർവ്വ കരുത്തുമെടുത്ത് കഠിനമായി അധ്വാനിച്ച് അവൻ ആ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം അവൻ വിശ്രമിക്കുമ്പോഴും സുഖമായി ഉറങ്ങുമ്പോഴും ആ പൈപ്പിലൂടെ വെള്ളം തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരുന്നു. ഇവിടെയാണ് വെറുമൊരു ശാരീരിക അധ്വാനത്തിനു മേൽ കൃത്യമായൊരു സിസ്റ്റം അതിന്റെ അന്തിമ വിജയം നേടുന്നത്. ഇനി ശാന്തമായിരുന്ന നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ജോലിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ദിവസവും ഓഫീസിലേക്ക് വെള്ളം കോരാനുള്ള ബക്കറ്റും തൂക്കിയാണോ പോകുന്നത്? അതോ നിങ്ങളുടെ സ്വന്തമായൊരു പൈപ്പ് ലൈൻ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ വരുമാനം നിങ്ങൾ ജോലി ചെയ്യുന്ന ആ 8 മണിക്കൂറിനെ മാത്രം ആശ്രയിച്ചാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല. നിങ്ങൾ പണി നിർത്തുന്ന ആ നിമിഷം നിങ്ങളുടെ വരുമാനവും നിൽക്കും. ഈ ലോകത്തിലെ വലിയ ബ്രാൻഡുകളെല്ലാം തന്നെ ചെയ്യുന്നത് നിങ്ങളെ അവരുടെ സിസ്റ്റത്തിന്റെ വെറുമൊരു ഭാഗമാക്കുക മാത്രമാണ്. ആദ്യം തികച്ചും സൗജന്യമായി കാര്യങ്ങൾ നൽകി അവർ നിങ്ങളെ അതിന് അടിമകളാക്കുന്നു. പിന്നീടതൊരു ശീലമായി മാറി നിങ്ങളുടെ ചിന്തകളെപ്പോലും കീഴ്പ്പെടുത്തുന്നു. നിങ്ങളെപ്പോലുള്ള ഉപഭോക്താക്കൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ സിസ്റ്റം യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കുതിക്കുന്നത്. ഇതിനർത്ഥം നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ചിറങ്ങിപ്പോകണമെന്നല്ല. കാരണം ഒരു പൈപ്പ് ലൈൻ ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായി തന്നെ ചെയ്യുക.
അതിനോടൊപ്പം തന്നെ മറ്റാർക്കും പെട്ടെന്ന് പകരക്കാരനാക്കാൻ കഴിയാത്ത ചില വലിയ കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ സ്വന്തമാക്കുക. വൈകുന്നേരങ്ങളിലെ വിലപ്പെട്ട സമയം വെറുതെ കളഞ്ഞു നശിപ്പിക്കാതെ നിങ്ങളുടെ സ്വന്തമായ ഒരു വരുമാനമാർഗം കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അമൂല്യവും എന്നാൽ ഏറ്റവും വേഗത്തിൽ തീർന്നുപോകുന്നതുമായ ഒന്നാണ് നമ്മുടെ സമയം. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ ദിവസവും ആരോ വന്ന് കുറച്ച് പണം മോഷ്ടിക്കുന്നുണ്ടെന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? തീർച്ചയായുമില്ല. നിങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കും, ഉടനടി പോലീസിൽ പരാതിപ്പെടും. എന്നാൽ ഈ പണത്തേക്കാൾ എത്രയോ കോടി മടങ്ങ് വിലമതിക്കാനാകാത്ത നിങ്ങളുടെ സമയം എല്ലാ ദിവസവും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളിൽ നിന്ന് ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് അത്രമേൽ ഗൗരവത്തോടെ കാണാറുണ്ടോ? സാധാരണക്കാരായ മനുഷ്യരുടെ ഉള്ളിൽ ഒടുങ്ങാത്ത ഒരു മിഥ്യാധാരണയുണ്ട്, പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന്. ഈയൊരു വികലമായ ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ വെറുമൊരു 100 രൂപ ലാഭിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 3 മണിക്കൂർ വരെ പാഴാക്കിക്കളയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. പണം പോക്കറ്റിൽ തിരിച്ചെത്തിയെന്ന ആശ്വാസത്തിൽ ഒരിക്കലും മടങ്ങിവരാത്ത ആ 3 മണിക്കൂറുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന ക്രൂരമായ സത്യം അവർ തിരിച്ചറിയുന്നതേയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ ബൈക്ക് പെട്ടെന്ന് കേടായി എന്ന് കരുതുക. അത് നന്നാക്കാൻ മെക്കാനിക് 200 രൂപ ചോദിക്കുമ്പോൾ അതൊരു വലിയ തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ആ പണം കൊടുക്കാൻ മടിച്ച് കടുത്ത വെയിലിൽ 2 മണിക്കൂറോളം കഷ്ടപ്പെട്ട് നിങ്ങളത് സ്വന്തമായി നന്നാക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ചിലവിൽ ചെയ്യാനായി ദൂരെയുള്ള മറ്റൊരു കടയിലേക്ക് പോയി വെറുമൊരു 50 രൂപ ലാഭിക്കുന്നു. ഒടുവിൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ താനിന്ന് പണം ലാഭിച്ചു എന്ന അഹങ്കാരത്തോടെയായിരിക്കും നിങ്ങൾ സംസാരിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ ലാഭിച്ചത് പണമല്ല, പകരം നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും വിലപ്പെട്ട 2 മണിക്കൂറുകളാണ് ആ വെയിലിൽ വിറ്റുകളഞ്ഞത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ 1 മണിക്കൂറിന്റെ മൂല്യം എത്രത്തോളം തുച്ഛമാണെന്ന് നിങ്ങൾ തന്നെ ലോകത്തിനു മുന്നിൽ വിലയിട്ട് നിശ്ചയിക്കുകയായിരുന്നു അവിടെ. എന്നാൽ തികഞ്ഞ സാമ്പത്തിക ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കുന്നത് ഇങ്ങനെയല്ല. നഷ്ടപ്പെട്ട പണം ഏതു നിമിഷവും അധ്വാനിച്ച് തിരിച്ചെടുക്കാമെന്നും എന്നാൽ ഒരിക്കൽ കൈവിട്ടുപോയ സമയം ഈ പ്രപഞ്ചത്തിലെ സർവ്വസമ്പത്ത് കൊടുത്താലും തിരികെ കിട്ടില്ലെന്നും അവർക്കറിയാം. ഇതാണ് സമയപരിപാലനത്തിന്റെ പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം. ധനികർ തങ്ങളുടെ പണം ചിലവഴിച്ച് മറ്റുള്ളവരുടെ സമയം വിലയ്ക്ക് വാങ്ങുമ്പോൾ സാധാരണക്കാർ തങ്ങളുടെ വിലപ്പെട്ട സമയം വിറ്റാണ് പണം സമ്പാദിക്കുന്നത്. നിങ്ങളുടെ പ്രായം ഇപ്പോൾ ഒരുപക്ഷെ 20ഓ 30ഓ ആകാം. ഇനിയും ഒരുപാട് വർഷങ്ങൾ തങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ടെന്ന അന്ധമായ വിശ്വാസത്തിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ കണ്ണു തുറപ്പിക്കുന്ന യഥാർത്ഥ കണക്കുകൾ മറ്റൊന്നാണ്. നമ്മൾ ഉറങ്ങാൻ കളയുന്ന സമയം, ഓരോ ദിവസത്തെയും യാത്രകൾ, രോഗാവസ്ഥകൾ, ഒടുവിൽ നമ്മെ തേടിയെത്തുന്ന വാർദ്ധക്യം എന്നിവയെല്ലാം കൃത്യമായി മാറ്റിവെച്ചാൽ സ്വന്തം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നത് വെറും 8-10 വർഷങ്ങൾ മാത്രമാണ്. ദയനീയമായ കാര്യമെന്തെന്നാൽ അത്രമേൽ പരിമിതമായ ആ സമയം നിങ്ങൾ എവിടെയാണ് കളഞ്ഞൊലിക്കുന്നത്? സോഷ്യൽ മീഡിയയിലെ അർത്ഥശൂന്യമായ റീലുകളിലും മണിക്കൂറുകൾ നീളുന്ന വെബ് സീരീസുകളിലും യാതൊരു പ്രയോജനവുമില്ലാത്ത തർക്കങ്ങളിലുമല്ലേ? മഹാനായ ചാണക്യൻ തന്റെ ദർശനങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സമയം കടന്നുപോകുകയല്ല ചെയ്യുന്നത്, മറിച്ച് സമയത്തിനൊപ്പം നാം ഓരോരുത്തരുമാണ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. സമയത്തെ ബഹുമാനിക്കാത്തവനെ കാലം പിന്നീട് ക്രൂരമായി ഇല്ലാതാക്കിക്കളയും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ ഓരോ നിമിഷത്തിനും കൃത്യമായൊരു മൂല്യം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. നിങ്ങളുടെ സമയം കവരുന്ന ചെറിയ ചെറിയ ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ ചിന്തകളെയും അധ്വാനത്തെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. ജീവിതത്തിൽ പലപ്പോഴും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവരോടുള്ള ദയ, സ്നേഹം, ബന്ധങ്ങളുടെ പവിത്രത എന്നിവയ്ക്കൊക്കെ നമ്മൾ വലിയ വില കൊടുക്കും. എന്നാൽ നാം ജീവിക്കുന്ന ഈ പ്രായോഗിക ലോകവും സാമ്പത്തിക രംഗവും ചലിക്കുന്നത് വികാരങ്ങൾ കൊണ്ടല്ല, കൃത്യമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് മാത്രമാണ്. ഇവിടെയാണ് പല നല്ല മനുഷ്യരുടെയും ജീവിതം ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നത്. ഒരു വ്യക്തിയോട് തോന്നുന്ന അമിതമായ ദയയും താൽപ്പര്യവും കാരണം നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണം അയാൾക്ക് കടമായി കൊടുക്കുന്നു. എന്നാൽ പിന്നീട് സ്വന്തം പണം തിരികെ ചോദിക്കാൻ പോലും നിങ്ങൾക്ക് ഭയവും മടിയുമായി മാറുന്നു. കേവലം ബന്ധങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാത്രം നിങ്ങളുടെ മുന്നിൽ വന്ന പല വലിയ ബിസിനസ് അവസരങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ ഈ അമിതമായ നന്മ തന്നെയാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നത്. ഈ ലോകം അത്രമാത്രം മോശമാണെന്നല്ല ഇതിനർത്ഥം, പക്ഷേ ഈ ലോകം ക്രൂരമാംവിധം പ്രായോഗികമാണ്. തങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ മടിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ പുറകിലായി പോകും. ഇതിനർത്ഥം നിങ്ങൾ മനുഷ്യത്വം ഒട്ടുമില്ലാത്ത ക്രൂരനായി മാറണം എന്നല്ല, മറിച്ച് ബിസിനസ്സിലും പണമിടപാടുകളിലും കൃത്യമായ വ്യക്തതയും സുതാര്യതയും ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. നിങ്ങളുടെ സ്ഥാപനത്തിലോ കടയിലോ വരുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ആ കസേരയിലിരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വെറുമൊരു ഉപഭോക്താവ് മാത്രമാണ്. ബന്ധങ്ങളും പണവും തമ്മിൽ കൃത്യമായൊരു അകലം പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ വൈകാരികമായ ആ ചിന്തകൾ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നികത്താനാകാത്ത വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കും. മഹാനായ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്ന ഒരു വലിയ തത്വമുണ്ട്, ഒന്നിന്റെയും അതിപ്രസരം ഒട്ടും നല്ലതല്ല.
അമിതമായ അഹങ്കാരം ഒരു മനുഷ്യനെ എത്രത്തോളം വലിയ അപകടത്തിലേക്ക് തള്ളിയിടുമോ അത്രത്തോളം തന്നെ മാരകവും അപകടകരവുമാണ് അമിതമായ ദയയും. ജീവിതത്തിൽ എപ്പോഴും കൃത്യമായൊരു സമതുലിതാവസ്ഥയുണ്ടായിരിക്കണം. നിങ്ങൾ നല്ലവനായിരിക്കുക, എന്നാൽ ഒരിക്കലും ഒരു വിഡ്ഢിയാകരുത്. മറ്റുള്ളവരെ തീർച്ചയായും സഹായിക്കുക, എന്നാൽ ആ സഹായം ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാകരുത്. ഇന്ന് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഏതൊക്കെ മനുഷ്യരാണ് നിങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജത്തെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെയാണ് നിങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്ത് ജീവിക്കുന്നത്? അവരോടൊക്കെ മുഖത്തു നോക്കി നോ എന്ന് പറയാൻ ഇനിയെങ്കിലും പഠിക്കുക. കാരണം ഈ ഭൂമിയിലെ എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നത് നിങ്ങളുടെ മാത്രം ബാധ്യതയല്ല. സ്വന്തം വികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാനും തന്റെ സമയത്തെ ശരിയായ രീതിയിൽ നിക്ഷേപിക്കാനും പഠിക്കുന്നവൻ ആരോ അവൻ മാത്രമാണ് യഥാർത്ഥ സാമ്പത്തിക ബുദ്ധിമാൻ. ഇന്നത്തെ നാട്യപ്രധാനമായ സമൂഹത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയൊരു ചതിക്കുഴിയുണ്ട്. യഥാർത്ഥത്തിൽ ധനികനായി ജീവിക്കുന്നതിനു പകരം മറ്റുള്ളവരുടെ മുന്നിൽ ധനികനായി അഭിനയിക്കാൻ ശ്രമിക്കുക എന്നത്. ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ. നാളെ നിങ്ങളുടെ ശമ്പളം പെട്ടെന്ന് നിലച്ചുപോയാൽ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ നിങ്ങൾക്ക് എത്ര മാസം അന്തസ്സോടെ ജീവിക്കാൻ കഴിയും? ഒരു മാസമോ അതോ അടുത്ത മാസത്തെ EMI വരുന്നതുവരെയോ? ഇതാണ് യഥാർത്ഥത്തിൽ ധനികനായിരിക്കുന്നതും ധനികനായി വെറുതെ നടിക്കുന്നതും തമ്മിലുള്ള ആഴത്തിലുള്ള വ്യത്യാസം. വില കൂടിയ ആഡംബര കാറുകളും കയ്യിലിരിക്കുന്ന ഏറ്റവും പുതിയ ഐഫോണും ശരീരമണിഞ്ഞ ബ്രാൻഡഡ് വസ്ത്രങ്ങളും കാണിച്ച് പുറമേ വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് ചുറ്റും കാണാം. പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും അവരുടെ ജീവിതം അങ്ങേയറ്റം സുരക്ഷിതമെന്ന് തോന്നും. എന്നാൽ ആ തിളക്കമുള്ള മൂടുപടത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ബാങ്ക് ലോണുകളുടെ വലിയൊരു ബാധ്യതയും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളുടെ ശ്വാസം മുട്ടിക്കുന്ന ഭാരവും EMIയെക്കുറിച്ചുള്ള തീരാത്ത ഭയവും മാത്രമായിരിക്കും. അവരുടെ കയ്യിലുള്ളത് യഥാർത്ഥ സമ്പത്തല്ല, മറിച്ച് തങ്ങളെ എപ്പോൾ വേണമെങ്കിലും തകർക്കാവുന്ന വലിയ ബാധ്യതകൾ മാത്രമാണ്. ബാങ്കുകൾ നിങ്ങളെ തേടിവന്ന് ലോണുകൾ തരുന്നത് നിങ്ങളുടെ ജീവിതം നന്നാവാനോ നിങ്ങളോടുള്ള നന്മയോ വിചാരിച്ചല്ല, മറിച്ച് നിങ്ങളെ ദീർഘകാലത്തേക്ക് അവരുടെ അടിമകളാക്കി മാറ്റി നിർത്താൻ വേണ്ടിയാണ്. പലരും വിചാരിക്കുന്നത് EMI എന്നത് ജീവിതം എളുപ്പമാക്കുന്ന ഒരു വലിയ സൗകര്യമാണെന്നാണ്. എന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലെ അധ്വാനത്തെ ഇപ്പോഴേ പണയം വയ്ക്കുന്ന ക്രൂരമായൊരു കരാറാണ്. യഥാർത്ഥ ധനികരുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന നിയമമുണ്ട്. ആദ്യം അസറ്റുകൾ ഉണ്ടാക്കുക, അതിനുശേഷം മാത്രം ആഡംബരങ്ങൾ വാങ്ങുക. അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് നിരന്തരം പണം എത്തിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് വാടകയ്ക്ക് നൽകിയ കെട്ടിടങ്ങൾ, വലിയ ബിസിനസ് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഷെയറുകൾ. എന്നാൽ ബാധ്യതകൾ എന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണത്തെ ക്രൂരമായി ചോർത്തിക്കൊണ്ടുപോകുന്നവയാണ്. വില കൂടിയ ആഡംബര കാറുകൾ, അനാവശ്യമായ വലിയ വീടുകൾ, ആർക്കും പ്രയോജനമില്ലാത്ത ഗാഡ്ജറ്റുകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. എന്നാൽ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ അല്പം പണം വരുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് പുതിയൊരു ഫോണോ കാറോ വാങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ തന്നെ ഒന്ന് എടുത്തു നോക്കൂ. ബന്ധുക്കളുടെ മുന്നിൽ വെറും 2 ദിവസം ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രം തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ ആളുകൾ ചെലവഴിച്ചു തീർക്കുന്നു. അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ ആ ബന്ധുക്കളെല്ലാം അവരുടെ സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോകും. എന്നാൽ നിങ്ങൾ വർഷങ്ങളോളം ആ 2 ദിവസത്തെ കടം വീട്ടാൻ വേണ്ടി മാത്രം നരകിച്ച് കഷ്ടപ്പെടേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇത് പച്ചയായ സാമ്പത്തിക ആത്മഹത്യയാണ്. ആഡംബരങ്ങൾ ഒരിക്കലും കടം വാങ്ങി അലങ്കരിക്കാനുള്ളതല്ല. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ശക്തമാകുമ്പോൾ സമൂഹത്തിന് മുന്നിൽ നിങ്ങളുടെ നിശബ്ദത പോലും വലിയൊരു പവറായി മാറി നിൽക്കും. ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിലെ തീക്ഷ്ണമായ ഊർജ്ജമുണ്ടല്ലോ, അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി. മനസ്സുവെച്ചാൽ ഏത് വൻ സാമ്രാജ്യവും കെട്ടിപ്പടുക്കാൻ ഒരു യുവാവിന് വളരെ എളുപ്പം സാധിക്കും. എന്നാൽ ദയനീയമായ ഒരു കാര്യമെന്തെന്നാൽ ഇന്നത്തെ ഈ കപടലോകം ആ മഹാശക്തിയെ എങ്ങനെയാണ് അടിയോടെ നശിപ്പിച്ചു കളയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാരമേറിയ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടൊന്നുമല്ല അവരിത് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് അനാവശ്യമായ മോഹങ്ങളും ആഗ്രഹങ്ങളും കുത്തിനിറച്ചുകൊണ്ടാണ്. നിങ്ങളെ നിരന്തരം എന്തൊക്കെയോ അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ വ്യാപൃതനാക്കി നിർത്താൻ സോഷ്യൽ മീഡിയയ്ക്കും ഈ വിനോദ ലോകത്തിനും കൃത്യമായി അറിയാം. പുറമെ നിങ്ങൾ വലിയ തിരക്കിലാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് ഒട്ടും പ്രയോജനമില്ലാത്ത രീതിയിൽ ഒരു പ്രൊഡക്റ്റീവായ കാര്യവും അവ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കില്ല. ശരീരമനങ്ങി യാതൊരു അധ്വാനവും ചെയ്യാതെ തന്നെ വെറുമൊരു ലൈക്കിലൂടെയും നോട്ടിഫിക്കേഷനുകളിലൂടെയും താൽക്കാലികമായ ആനന്ദവും സന്തോഷവും ഡോപ്പമൈൻ നിങ്ങളിലേക്ക് തുളുമ്പി നിൽക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പതുക്കെ കഠിനാധ്വാനത്തിൽ നിന്നും കഠിനമായ വെല്ലുവിളികളിൽ നിന്നും ഓടിയൊളിക്കാൻ ശീലിക്കും. ചോര തിളയ്ക്കുന്ന ഒരു പോരാട്ടവുമില്ലാതെ വെറുതെയിരുന്ന് സുഖം കണ്ടെത്താൻ ശീലിച്ച ഒരു മനുഷ്യൻ പിന്നീട് ഒരിക്കലും തന്റെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പൊരുതാൻ ഇറങ്ങിത്തിരിക്കില്ല. എന്നാൽ യഥാർത്ഥ ധനികരായ മനുഷ്യർ ഒരു വലിയ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ഊർജം അങ്ങേയറ്റം പരിമിതമാണ്. അത് പല വഴിക്ക് ചിതറിപ്പോയാൽ ഒടുവിൽ അതിന്റെ ഫലം ശൂന്യമായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടുതന്നെ അവർ മറ്റെല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് മാത്രം കൃത്യമായി മുൻഗണന നൽകുന്നു. നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും സുപ്രധാനമായ 20കളിലെ ആ വിലപ്പെട്ട സമയം മറ്റുള്ളവരെ വെറുതെ ഇംപ്രസ് ചെയ്യാനും താൽക്കാലികമായ ചില സുഖങ്ങൾക്കും വേണ്ടി മാത്രം നിങ്ങൾ കളഞ്ഞുകുളിക്കുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ 30കളിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെറും നിരാശയും ശൂന്യതയും മാത്രമായിരിക്കും ബാക്കി. എന്നാൽ ആ സുവർണ നിമിഷങ്ങളിൽ നിങ്ങൾ പുതിയ പുതിയ കഴിവുകൾ പഠിച്ചെടുക്കാനും നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കാനും പണം സമ്പാദിക്കാനുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാവി അത്രമേൽ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും.
മഹാനായ ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. ഒരു ഭരണാധികാരി സ്വന്തം ഇന്ദ്രിയങ്ങൾക്കടിമയായാൽ അവൻ ഭരിക്കുന്ന ആ മഹാരാജ്യം തന്നെ തകർന്നടിയും. ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും 100% സത്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അനാവശ്യ വിനോദങ്ങൾ പൂർണ്ണമായും വെട്ടിച്ചുരുക്കി നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും മാത്രം കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയൊരു മാറ്റം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പ്രകടമായി കാണാൻ സാധിക്കും. നിങ്ങൾ ഓരോ ദിവസവും നിരന്തരം സംസാരിക്കുന്ന നിങ്ങളുടെ മൊബൈലിലെ കോൾ ലിസ്റ്റിലുള്ള ഏറ്റവും അടുത്ത ആ 5 സുഹൃത്തുക്കളുടെ ജീവിതത്തിലേക്ക് ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ. അവർ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണോ? പുതിയ അറിവുകളും കഴിവുകളും തേടിപ്പിടിച്ചു പഠിക്കുന്നവരാണോ? അതോ എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും മാത്രം പരാതി പറഞ്ഞ് സ്വന്തം ആയുസ് വെറുതെ കളഞ്ഞൊലിക്കുന്നവരാണോ? കേൾക്കുമ്പോൾ അല്പം കയ്പും പ്രയാസവും തോന്നാമെങ്കിലും ഓരോ മനുഷ്യനും അവൻ ജീവിക്കുന്ന ആ ചുറ്റുപാടിന്റെ വെറുമൊരു നിഴൽ മാത്രമാണ്. അതിന്റെ കൃത്യമായ പ്രതിഫലനമാണ്. നിങ്ങളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ വലയത്തിലുള്ളവർ എപ്പോഴും നിരാശയിലും പരാജയഭീതിയിലും നെഗറ്റീവ് ചിന്തകളിലും ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ചിന്തകളും ആ ചതുപ്പിലേക്ക് താഴ്ന്നുപോകും. നിങ്ങളും ആ രീതിയിലേക്ക് മാറിപ്പോകും. മറിച്ച് പുതിയ ബിസിനസ് സാമ്രാജ്യങ്ങളെക്കുറിച്ചും കൃത്യമായ നിക്ഷേപങ്ങളെക്കുറിച്ചും ആകാശത്തോളം വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിൽ നിങ്ങളുടെ തലച്ചോറും ആ ഉന്നതമായ തലത്തിൽ ചിന്തിക്കാൻ സ്വയം പാകപ്പെടും. ഒരു ചെറിയ ബക്കറ്റിൽ അടച്ചുപൂട്ടിയ ഞണ്ടുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകാം. അതിലൊരു ഞണ്ട് രക്ഷപ്പെടാനായി മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ കൂടെയുള്ളവ അതിനെ താങ്ങിപ്പിടിച്ച് സഹായിക്കുകയല്ല ചെയ്യുന്നത്. പകരം അതിന്റെ കാലുകളിൽ ക്രൂരമായി പിടിച്ച് താഴേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ലോകം ക്രാബ് മെന്റാലിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും വലിയ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതൊന്നും നിന്നെക്കൊണ്ട് നടക്കില്ല, വെറുതെ വലിയ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ ഭീരുത്വവും ഭയവുമാണ് നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങൾ അവരെക്കാൾ മുന്നോട്ടു പോകുന്നത് കാണാൻ അവരുടെ അസൂയ നിറഞ്ഞ മനസ്സുകൾക്ക് ഒട്ടും താൽപ്പര്യമില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ ക്രൂരമായ മനഃശാസ്ത്രം. മഹാനായ ചാണക്യൻ തന്റെ ദർശനങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്ത സുഹൃത്തുക്കളിൽ നിന്നും എപ്പോഴും ഒരു മതിൽക്കെട്ടിന്റെ അകലം പാലിക്കുക എന്ന്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ലോകത്തെ മാറ്റിമറിച്ച നല്ല മനുഷ്യരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ അനുഭവങ്ങൾ നിറഞ്ഞ ഇന്റർവ്യൂകളിലൂടെയും നിങ്ങൾക്ക് അതിശക്തമായൊരു നല്ല സൗഹൃദ വലയം സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാം. ഓർക്കുക, ചതിയന്മാരുടെയും മടിയന്മാരുടെയും കൂട്ടത്തിൽ നരകിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലത് ചിലപ്പോഴൊക്കെ തികച്ചും ഒറ്റയ്ക്കിരിക്കുന്നതാണ്. കാട്ടിലെ രാജാവായ സിംഹം ഒരിക്കലും കൂട്ടമായല്ല സഞ്ചരിക്കുന്നത്. അത് കാടുകളെ വിറപ്പിച്ചുകൊണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് വേട്ടയാടാൻ പഠിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന സൗഹൃദങ്ങളിൽ നിന്ന് പതുക്കെയും ദയയില്ലാതെയും അകലം പാലിക്കുക. നിങ്ങളെ ഒരു കൊടുങ്കാറ്റായി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന യഥാർത്ഥ മനുഷ്യർക്കൊപ്പം മാത്രം നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുക. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച് തയ്യാറാക്കുന്ന വലിയ പദ്ധതികളെല്ലാം പാതിവഴിയിൽ തകർന്നു പോകാറുണ്ടോ? ഉള്ളിലൊരു പുതിയ ബിസിനസ് ആശയമോ ആകാശത്തോളം വലിയൊരു ലക്ഷ്യമോ മുളപൊട്ടുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒട്ടും ചിന്തിക്കാതെ ഓടിച്ചെന്ന് അത് മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ് ചെയ്യുക. ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകാൻ തുടങ്ങുകയാണ്, പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ വലിയ ആവേശത്തോടെ പ്രഖ്യാപിക്കും. അത് കേൾക്കുന്നവർ നിങ്ങളെ വെറുതെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് അതൊരു വലിയ താൽക്കാലിക ആനന്ദം സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ ദയനീയമെന്ന് പറയട്ടെ, കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പ്ലാനുകളെല്ലാം ഉള്ളിൽ നിന്ന് തണുത്തുറഞ്ഞു പോകും. ഒടുവിൽ ആ കാര്യം തുടങ്ങാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ വരും. ഇതിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻകൂട്ടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തു എന്നൊരു വ്യാജമായ സംതൃപ്തി നിങ്ങളുടെ തലച്ചോർ സ്വയം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടെ അത് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കാനുള്ള നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹവും ആവേശവും ഉള്ളിൽ നിന്ന് പൂർണ്ണമായും കുറഞ്ഞുപോകും. ഓർക്കുക, ഈ ലോകത്തെ യഥാർത്ഥ ധനികരും ബുദ്ധിമാന്മാരുമായ മനുഷ്യർ വാക്കുകളിൽ അങ്ങേയറ്റം ലോഭം കാണിക്കുന്നവരും പ്രവൃത്തികളിൽ അങ്ങേയറ്റം വിസ്മയം തീർക്കുന്നവരുമായിരിക്കും. തങ്ങളുടെ പദ്ധതികൾ പൂർണ്ണമായും ലക്ഷ്യം കാണുന്നതുവരെ അവർ അത് ലോകത്തിൽ നിന്നും അതീവ രഹസ്യമായി ഒളിപ്പിച്ചുവെക്കും. കാരണം ഈ വിലകെട്ട ലോകത്ത് വെറും വാക്കുകൾക്ക് യാതൊരു മൂല്യവുമില്ല. എന്നാൽ നിങ്ങൾ നേടിയെടുക്കുന്ന വിജയത്തിന്റെ ആത്യന്തികമായ ഫലങ്ങൾക്കാണ് വലിയ വിലയുള്ളത്. മഹാനായ ചാണക്യൻ തന്റെ ദർശനങ്ങളിൽ കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പറയരുത്. അത് ഒരു വിശുദ്ധ മന്ത്രം പോലെ അതീവ രഹസ്യമായി നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക. ആരും കാണാതെ നിശബ്ദമായി അതിനെ പൂർണ്ണതയിലെത്തിക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തു വേണമെങ്കിലും വിചാരിക്കട്ടെ, അതിലൊന്നും യാതൊരു കാര്യവുമില്ല. പക്ഷേ നിങ്ങളുടെ വിജയം ഈ ലോകം ഞെട്ടുന്ന വലിയ ശബ്ദത്തോടെ വേണം പുറത്തുവരാൻ. ഇതേ തത്വം തന്നെയാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ കാര്യത്തിലും നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. വെറുമൊരു നദിയിൽ മാത്രം വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. പകരം വിപുലമായൊരു കനാൽ ശൃംഖല തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഒരേയൊരു വരുമാന മാർഗം നിങ്ങളുടെ ശമ്പളം മാത്രമാണെങ്കിൽ
ആ ഒരൊറ്റ പൈപ്പ്ലൈൻ എപ്പോഴെങ്കിലും ഒന്ന് തടസ്സപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് വലിയൊരു പ്രതിസന്ധിയിലാകും. എന്നാൽ യഥാർത്ഥ ധനികർ ഒരിക്കലും ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കാറില്ല. അവർ പല വഴികളിലൂടെ തങ്ങളുടെ വരുമാനം ഉറപ്പാക്കുന്നു. സൈഡ് ഇൻകം, വലിയ നിക്ഷേപങ്ങൾ, വാടകയിൽ നിന്നുള്ള വരുമാനം, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്നിങ്ങനെ പലവിധ സാമ്പത്തിക സ്രോതസ്സുകൾ അവർ എപ്പോഴും കരുതിവെച്ചിട്ടുണ്ടാകും. ഒരിടത്തുനിന്ന് പെട്ടെന്ന് തടസ്സമുണ്ടായാൽ പോലും മറ്റുള്ളവ അവരെ ഒരു വലിയ കോട്ട പോലെ സംരക്ഷിച്ചു നിർത്തും. പണം വെറുതെ സമ്പാദിക്കുക എന്നത് വെറുമൊരു ആദ്യത്തെ പടി മാത്രമാണ്. എന്നാൽ ആ പണം ശരിയായ രീതിയിൽ നിക്ഷേപിച്ച് ഇരട്ടിയായി വളർത്തുന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പണം എന്നത് ഒരു വലിയ നദി പോലെയാണ്. അതെപ്പോഴും മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കണം. ഒരിടത്തു മാത്രം കെട്ടിക്കിടക്കുന്ന പണം അതിന്റെ യഥാർത്ഥ മൂല്യം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിക്കളയും. എന്നാൽ ശരിയായ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പണം നിങ്ങൾക്ക് ഈ ജീവിതത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരും. ജീവിതത്തിലെ ഈ കഠിനമായ വലിയ സത്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇന്നു മുതൽ നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായി മാറ്റാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഈ ലോകം അറിയാതെ നിശബ്ദമായി പോരാടുക.